പ്രതിദിനം ഏകദേശം 1275 ഉത്തരവുകൾ എന്ന തോതിലാണ് സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും ഉള്ളടക്കങ്ങളും നീക്കാൻ കേന്ദ്ര ഏജൻസികൾ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത്. സർക്കാരിന്റെ സഹയോഗ് എന്ന പോർട്ടൽ വഴി എല്ലാ സർക്കാർ ഏജൻസികളെയും അതിലേക്ക് യോജിപ്പിച്ചാണ് പരാതികൾ നൽകിയത്. മെറ്റയുടെ ഓട്ടോമേറ്റഡ് സംവിധാനം ഇത്തരം സർക്കാർ ഉത്തരവുകൾ പ്രകാരമുള്ള പോസ്റ്റുകൾ സ്വയം നീക്കിയെന്നാണ് വിവരം. CJP സമരസമയം സർക്കാർ ഉത്തരവുകളുടെ എണ്ണം കൂടിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന് പുറമെ സംസ്ഥാന സർക്കാരുകൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ ഉള്ളടക്കം നീക്കുന്നതിന് സഹയോഗ് പോർട്ടൽ വഴി പരാതി നൽകാനാകും. അത്തരത്തിൽ കഴിഞ്ഞ 5 മാസത്തിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവിടങ്ങളിൽ നിന്ന് പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട്. കൂടുതൽ പോസ്റ്റുകൾ നീക്കിയത് ജന്തർ മന്ദറിൽ CJP നടത്തിയ സമരത്തിനിടെയാണ്. മൊത്തം ഉത്തരവുകളിൽ പകുതിയും ഇൻസ്റ്റഗ്രാമിനാണ് ലഭിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പ്രധാന പ്രചാരണ ഉപാധിയായി കണ്ടതാണ് ഇതിന് കാരണം. ഫേസ്ബുക്കിന് 80,000-ഓളം പോസ്റ്റുകൾ പിൻവലിക്കാനുള്ള ഉത്തരവുകൾ ലഭിച്ചു. യൂട്യൂബിന് അത് 15,000-ഓളമാണ്. മെറ്റ സഹയോഗുമായി കൂട്ടിയോജിപ്പിച്ച സർക്കാർ ഉത്തരവുകൾക്ക് അനുസൃതമായി ഓട്ടോമേറ്റഡായി പോസ്റ്റുകൾ നീക്കം ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് ചില പോസ്റ്റുകൾ നീക്കം ചെയ്ത ശേഷം ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.